1000 പ്രാവശ്യം അമ്മ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു തവണ അമ്മ എന്ന് നിങ്ങളെ വിളിച്ചാൽ അത് നിങ്ങളുടെ ഭാഗ്യമെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. വിധിയെ പഴിക്കാതെ ജീവിതത്തിന് മുന്നിൽ വിജയിച്ചു കാണിക്കുകയാണ് ചെറിയരീക്കമല സ്വദേശിയായ പുല്ലാട്ട് ജോസ് മോൻ. കഴുത്തിന് താഴേക്ക് പൂർണ്ണമായും തളർത്തിയ സെറിബ്രൽ പാൾസിയെ വെല്ലുവിളിച്ച ഈ 32 വയസ്സുകാരൻ ഇന്ന് തിരക്കുള്ള വീഡിയോ എഡിറ്ററും ഗ്രാഫിക് ഡിസൈനറുമാണ്. എൻ്റെ പേര് റോസമ്മ എന്നാണ്. ഞാൻ ജോസ്മോന്റെ അമ്മയാണ്. ജോസ്മോൻ പ്രിമച്ചർ ബർത്ത് ആയിരുന്നു. 8 മാസമായപ്പോൾ ഉണ്ടായതാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ ന്യൂമോണിയ വന്നിട്ട് ഫിറ്റ്സ് ഉണ്ടായി. അന്ന് 72 മണിക്കൂറോളം ഓക്സിജൻ കൊടുത്താണ് രക്ഷപ്പെട്ടത്. മരിച്ചു പോകുമെന്നൊക്കെ ഒരു പേടിയായിരുന്നു. അത്ര സീരിയസ് ആയി പോയായിരുന്നു. അപ്പൊ ഞങ്ങള് കോട്ടൂർ ശ്രീകണ്ഠപുരത്ത് നിവിൽ ഹോസ്പിറ്റലിലായിരുന്നു ഉണ്ടായിരുന്നേ. കോട്ടൂർ പള്ളിയിൽ ചെന്ന് അച്ഛനോട് മാമോദിസ കൊടുക്കാൻ വരാമോ എന്ന് ചോദിച്ചു. അപ്പൊ അന്നേരം അച്ഛൻ പറഞ്ഞു, ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാൻ വരണ്ട, കൊച്ചിന് കുഴപ്പമൊന്നും വരില്ല, നിങ്ങൾ വീട്ടുമാമോദിസ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അന്ന് വീട്ടുമാമോദിസയൊക്കെ കൊടുത്തു. പിന്നെ 3 ദിവസം ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ തനിയെ ശ്വസിക്കാനൊക്കെ ആയി. അതൊരു 10-20-21 ദിവസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു. എന്നിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോഴൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല, ഇങ്ങനെ തളർച്ച ബാധിച്ചിട്ടുണ്ടെന്നൊന്നും മനസ്സിലായില്ല. ഒരു 1.5 വയസ്സായിട്ടും കമലുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞങ്ങൾ മണിപ്പാലിൽ കൊണ്ടുപോയതും ചികിത്സ തുടങ്ങിയതും ഒക്കെ. അപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, മോനായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, പിന്നെ നിങ്ങളൊരു 1000 പ്രാവശ്യം അമ്മ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒരു തവണ അമ്മ എന്ന് നിങ്ങളെ വിളിച്ചാൽ അത് നിങ്ങളുടെ ഭാഗ്യമെന്നാണ് അന്ന് ഡോക്ടർ പറഞ്ഞത്. ഞങ്ങളിങ്ങനെ തുടർച്ചയായിട്ട് എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്നോട്. അങ്ങനെ പതിയാണ് സംസാരമൊക്കെ തുടങ്ങിയതൊക്കെ. എന്നാലും നാവിനെ ആ തളർച്ചയൊക്കെ ബാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കേൾക്കുമ്പോ ഒന്നും പെട്ടെന്നൊന്നും മനസ്സിലാകത്തൊന്നുമില്ല. പിന്നെ അങ്ങനെ ഞങ്ങള് കുറെ നാളൊക്കെ ആയുർവേദം ചെയ്തു. പിന്നെ കണ്ണൂർ സ്പാസ്റ്റിക് സൊസൈറ്റി കൊണ്ടുപോയി ഫിസിയോതെറാപ്പി ചെയ്തു. അങ്ങനെ കുറെ നാൾ അങ്ങനെയൊക്കെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോയി. പിന്നെ 10ാം വയസ്സില് ഞങ്ങള് ആദ്യ കുർബാന സ്വീകരണത്തിനായിട്ട് ഒരുക്കി. അങ്ങനെ ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ചു. പിന്നെ ഇടയ്ക്കൊക്കെ പള്ളിയിൽ കൊണ്ടുപോകും. അങ്ങനെ ഒരിക്കലും പള്ളിയിൽ പോയപ്പോൾ നമ്മുടെ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പിതാവ് ഞങ്ങളുടെ ഇടവക പള്ളിയിൽ വന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ അതിനു മുമ്പ് ഒരുപാട് തവണ ഇവനെ പഠിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. അന്നേരം ഇവൻ പഠിക്കാൻ ഒട്ടും താല്പര്യം കാണിച്ചില്ല. ബോർഡ് വാങ്ങി ചോക്ക് വാങ്ങി എഴുതാനൊക്കെ നോക്കി. അന്നൊന്നും അവൻ അതൊന്നും സഹകരിച്ചില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ പിതാവ് ഇങ്ങനെ ഇവന്റെ അടുത്ത് വന്നപ്പോ ഞങ്ങൾ പറഞ്ഞു, ഇവന് പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല പിതാവെ, ഞങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, മോൻ പഠിക്കണം, പഠിച്ചാൽ നമുക്ക് ഒത്തിരി അറിവൊക്കെ കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോ പിന്നെ എന്നിട്ട് പിതാവ് എന്നെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു. മോൻ ഒത്തിരി നല്ല കഴിവുകളുണ്ട്, അതെല്ലാം വികസിപ്പിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അനുഗ്രഹിച്ചു. അപ്പൊ പിതാവിന്റെ ആ ഒരു അനുഗ്രഹം എന്താ പറയണ്ടേ, അത് കൂടെ ഉണ്ട്. മോള് അവിടെ ബാംഗ്ലൂർ ക്രൈസ്റ്റില ഡിഗ്രിക്ക് ചേർന്നേ. അപ്പൊ അന്നേരം അവൾക്ക് അസൈൻമെന്റ് വർക്കിനൊക്കെ ആയിട്ട് ഒരു ലാപ്ടോപ്പ് വാങ്ങി. അപ്പൊ അവൾക്കും ഈ ലാപ്ടോപ്പിൽ ചെയ്യുന്ന എങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. അന്നേരം ഈ കസിൻസ് ഒക്കെ വന്നിട്ടാണ് ആദ്യം പഠിപ്പിച്ചത്. വീട്ടില് ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അവിടെ. അപ്പൊ അന്നേരം വീട്ടിൽ വന്ന് അവളെ പഠിപ്പിക്കുമ്പോ ഇവൻ കണ്ടുപഠിച്ചു. അപ്പൊ അവള് ലാപ്പ് കൊണ്ടുപോകാത്ത ദിവസം ഇവൻ എന്നോട് പറയും ലാപ്പ് എടുത്ത് കൊടുക്കാൻ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഇത്രയും വില കൊടുത്ത് വാങ്ങിയതല്ലേ മോനെ, അത് പോയില്ലേ, അപ്പൊ ഇനി
ഉടനെ ഒരെണ്ണം വാങ്ങി തരത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ ഒന്നും ചെയ്യലെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഇവൻ തനിയെ പഠിച്ചതാണ്. നമ്മൾ ആരും ഒന്നും സഹായിച്ചില്ല. തനിയെ സംസാരിക്കുമ്പോ എല്ലാവർക്കും പെട്ടെന്നൊന്നും മനസ്സിലാകത്തൊന്നുമില്ല. പക്ഷെ എപ്പോഴും കേൾക്കുന്നത് നമുക്ക് മനസ്സിലാകും. ചില വാക്കുകളൊക്കെ ഒരേപോലെ ഇരിക്കുമ്പോൾ നമുക്ക് ആശയക്കുഴപ്പമാകും. അന്നേരം ഞങ്ങള് അതാണോ ഇതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി എടുക്കും. ഞാൻ ജോസ്മോൻ്റെ അപ്പച്ചനാണ്. എൻ്റെ പേര് ദേവസ്യാച്ചൻ എന്നാണ്. സ്കൂളിൽ പോകാന്ന് പറഞ്ഞത് നമുക്ക് സാധ്യമല്ല ഇവനെ കൊണ്ട് അവിടെ ഇരിക്കാൻ. ഇപ്പോഴാണ് വീൽ ചെയറിൽ ഇരിക്കാതായത്. നേരത്തെ ഈ ചൂരി കസേരയിൽ കെട്ടിവെക്കാനേ പറ്റുള്ളായിരുന്നു. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ പിന്നെയാണ് ഒരു 12 വയസ്സ് വരെ പിന്നെ ഫിക്സ് ഉണ്ടാകുമായിരുന്നു. ചെറുപ്പം തൊട്ട് തന്നെ 12 വയസ്സ് കഴിയുമ്പോഴത്തേക്കാണ് മാറിയത്. അത് കഴിഞ്ഞ പിന്നെയാണ് ഈ വീൽ ചെയറിൽ ഇരിക്കാൻ തുടങ്ങിയത്. ഈ വീൽ ചെയറിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവന് 12 വയസ്സ് കഴിഞ്ഞു. അന്നത്തേക്ക് സ്കൂളിൽ പോകേണ്ട കാലവും കഴിഞ്ഞില്ലേ. പിന്നെ ഇവന് ആശയവിനിമയം നടത്താൻ പറ്റത്തില്ല. ഈ സംസാരിക്കുമ്പോഴും പഠിക്കണം. അതുപോലെ ഇവൻ്റെ വെള്ളം വേണമെന്ന് പറയാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് സ്കൂളിൽ പോകുക എന്നുള്ളത് ഒരിക്കലും പറ്റത്തില്ലായിരുന്നു. വീട്ടിൽ ശുശ്രൂഷിക്കുക എന്നുള്ളതല്ലാതെ വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തെങ്കിലും ഇവന് ഇപ്പോഴും അക്ഷരങ്ങളോ കാര്യങ്ങളോ അല്ല പഠിച്ച്. പിന്നെ ഈ പുതിയ ടെക്നോളജി വന്നപ്പം അത് ഇവന് നന്നായിട്ട് മനസ്സിലായി. കൈ ചലിപ്പിക്കാനാകാത്തതിനാൽ താടി കൊണ്ടാണ് ജോസ്മോൻ മൗസ് നിയന്ത്രിക്കുന്നത്. ആദ്യം 2 ഡിക്ഷണറി വെച്ചിട്ട് അതിന്റെ മുകളിൽ മൗസ് വെച്ചിട്ടാണ് മൗസ് കൺട്രോൾ ചെയ്ത് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അത് സൈഡ് ബോക്സ് ആയതുകൊണ്ട് അവന് കാലിന് മസിലിനൊക്കെ ഭയങ്കര വേദനയായി പോയി. അപ്പൊ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ അവൻ തന്നെ ആലോചിച്ചു എങ്ങനെയാണ് അതിനൊരു മാറ്റം വരുത്തേണ്ടതെന്ന്. അപ്പൊ അവൻ തന്നെ ഡിസൈൻ ചെയ്തു സ്റ്റാൻഡ് എങ്ങനെ വേണം എന്നൊക്കെ. അങ്ങനെ ഡിസൈൻ ചെയ്ത് 3D മോൾഡ് ആക്കി അതെല്ലാം ഒന്ന് ചെയ്തു. പിന്നെ ചേട്ടന് അയച്ചു കൊടുത്തു. പപ്പയുടെ അപ്പച്ചൻ്റെ ചേട്ടന് അയച്ചു കൊടുത്തു. അവൻ അത് അവൻ്റെ കൂട്ടുകാരന് കൊടുത്ത്. കണ്ടിട്ടില്ലാത്ത ആളാണ് ഇത് ഡിസൈൻ സെറ്റപ്പ് ആക്കി കൊടുത്തത്. ഇവനെ കണ്ടിട്ടില്ല. ആദ്യം ഇത് വെൽഡ് ചെയ്തായിരുന്നു. പക്ഷെ ഇവന് സ്വാതന്ത്ര്യത്തിന് തിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഇതില് എല്ലാം ഡിസൈൻ ചെയ്ത് ഇവിടെ എത്തിച്ചു തന്നു. വയനാട്ടിൽ നിന്നാണ് ഇവിടെ കൊറിയറിൽ വന്നു. ഇവിടെ പിടിപ്പിച്ചു. ഇപ്പൊ എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോട്ടോഷോപ്പ് ചെയ്യും, വീഡിയോ എഡിറ്റിംഗ് ചെയ്യും, ആഫ്റ്റർ എഫക്ട്സ്, 3D മോഡലിങ്, ഫ്യൂണറലിന്റെ ഒക്കെ എഡിറ്റിംഗ് ചെയ്യാറുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് സങ്കടം വരും. അതേപോലെ ഫ്യൂണറലിനൊക്കെ ചെയ്യുമ്പോൾ ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അത്ര കറക്റ്റായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അത് വെഡിങ്ങിന്റെ ആണെങ്കിലും അതെ. പഴയ ആൽബങ്ങളൊക്കെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് സ്ലൈഡ് ഷോ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് പഴയ കാലത്തെ ആൽബങ്ങൾ സ്കാൻ ചെയ്ത് കൊടുത്തു. ഞാൻ സ്കാൻ ചെയ്യാൻ സഹായിച്ചു. പിന്നെ മ്യൂസിക്കൊക്കെ ഇട്ട് അതാ ശരിക്കും താലി കെട്ടുന്ന ആ പാട്ടൊക്കെ അതേപടി തന്നെ അങ്ങനെ തന്നെയൊക്കെ ഇട്ട് സ്ലൈഡ് ഷോ ആക്കി ഇവിടെ പലർക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ട്യൂട്ടോറിയൽ വീഡിയോ ഹിന്ദി ആയാലും തമിഴായാലും സ്പാനിഷ് ആയാലും എല്ലാ ലാംഗ്വേജും ഒരേപോലെയാണ്. കണ്ട് കേട്ട് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അത് വായിച്ച് മനസ്സിലാക്കിയിട്ടല്ല. വായിച്ച് അതിനകത്ത് തന്നെ അങ്ങനെയൊന്നും അത്ര ഇതിലൊന്നും അല്ല പോകുന്നത്. അപ്പോൾ അത് ഗ്രഹിക്കാൻ ഒരു പ്രത്യേക കഴിവ് തമ്പുരാൻ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ചാനലുണ്ട്. മാത്തുക്കുട്ടീസ് വേൾഡ് എന്നാണ് ചാനലിന്റെ പേര്. മകളുടെ മകനായ മാത്തുക്കുട്ടിക്ക് 3 വയസ്സേ ഉള്ളൂ. പക്ഷെ 1.5 വയസ്സ് തുടങ്ങി അങ്കിളിന്റെ കാര്യത്തില് വളരെ ശ്രദ്ധയാ. വായിൽ വെച്ച് ബിസ്ക്കറ്റൊക്കെ ആണെങ്കിലും കൊടുക്കാനും കഴിപ്പിക്കാനും അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ട് പോകാനും ഒക്കെ ഫുൾ സപ്പോർട്ടാ. അപ്പൊ മാത്തുക്കുട്ടിയുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ അങ്കിളാണ്. ചേച്ചിയും അളിയനും എപ്പോ ഉണ്ട്, റെഡിയാണ്. അളിയൻ എന്താവശ്യത്തിന് വിളിച്ചാലും പാഞ്ഞു വരും. അഡോബിന്റെ ഫോട്ടോഷോപ്പും ആഫ്റ്റർ എഫക്ട്സും ഓൺലൈനായി പഠിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവന്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ ഒരു വേവലാതി എടുക്കേണ്ട ആവശ്യമില്ല. ഇവന്റെ ഭക്ഷണത്തിന്റെ സമയത്തും വെള്ളം കുടിക്കേണ്ട സമയത്തും മൂത്രം ഒഴിക്കാനുള്ള സമയത്ത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഒരു കാര്യത്തിലും ഇവൻ നല്ല സന്തോഷവാനായിട്ട് ഇരുന്നു കൊടുക്കും.